ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൃഷ്ണ ഗായത്രിയുടെ വക അഡ്വാൻസ് വിഷു ആശംസകൾ. എന്തുകൊണ്ടാണ് നമ്മൾ കണി വെക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ ഒരു രൂപമോ അല്ലെങ്കിൽ ചിത്രമോ ഒക്കെ വെച്ച് നമ്മൾ കണി കാണുന്നത്? അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് കേട്ടോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നത് ഭഗവാൻ നാരായണന്റെ, അതായത് മഹാവിഷ്ണുവിന്റെ തന്നെ ദശാവതാരത്തിലെ ഒരു അവതാരമാണ്. അതായത് അധർമ്മത്തെ നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ അവതാരം എടുത്ത ഒരു രൂപമാണ് ശ്രീകൃഷ്ണ അവതാരം എന്ന് പറയുന്നത്. പിന്നെ ത്രിമൂർത്തികളിൽ വെച്ച് ഭഗവാൻ മഹാവിഷ്ണുവാണ് നമ്മുടെയൊക്കെ ജീവന്റെ പരിപാലനം എന്ന് പറയുന്ന വളരെ വലിയ കർത്തവ്യം ചെയ്യുന്ന ആള്. അതായത് ജനനം എന്ന് പറയുന്നത്, ജനിക്കുക എന്ന് പറയുന്നതും മരിക്കുക എന്ന് പറയുന്നതും ആ ഒരു വലിയ രണ്ട് കാര്യത്തിനിടയിൽ ഏറ്റവും നീണ്ടു കിടക്കുന്ന, ഏറ്റവും ഡ്യൂറേഷൻ ഏറിയ ഒരു കാര്യമാണ് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടം വളരെ നന്നായി നമ്മളെ എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങൾ നമുക്ക് തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഭഗവാൻ മഹാവിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അവതാരങ്ങളിൽ ഏറ്റവും അധികം പ്രാമുഖ്യം നേടിയ, ഏറ്റവും അധികം ദീർഘതയുള്ള ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ അവതാരത്തിൽ പോലും ഏറ്റവും മാധുര്യമേറിയതും അതിമനോഹരമായിട്ടുള്ളതും ആർക്കും കണ്ടാൽ അത്രയും അധികം സ്നേഹം തോന്നുന്ന ഒരു കാലഘട്ടമാണ് ഭഗവാന്റെ ബാല്യകാലം എന്ന് പറയുന്നത്. കലിയുഗത്തിന്റെ തൊട്ടു മുൻപുള്ള യുഗമാണ് ദ്വാപരയുഗം. ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണ അവതാരം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലിയുഗത്തിൻ്റെതായ എല്ലാ തരത്തിലുള്ള സിംറ്റംസും നമുക്ക് ദ്വാപരയുഗത്തിൽ കാണാനായിട്ട് സാധിക്കും. അതായത് അധർമ്മം വളരെ വലിയ രീതിയിൽ തന്നെ പൂണ്ട് വിളയാടലും, അങ്ങനെ അതിൻ്റെതായ രീതിയിൽ സ്ത്രീകൾക്ക് മര്യാദ കൊടുക്കാത്ത ഒരു സമൂഹവും, അപമര്യാദ ഒരുപാടധികം മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ദ്വാപരയുഗത്തിൽ തൊട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ മുൻകൂട്ടി കണ്ട് ഇതിനൊക്കെ തക്ക മറുപടി കൊടുത്ത് ഭഗവാന്റെ എല്ലാ ലീലകളും, അതായത് ബാലരൂപം തൊട്ട് ഭഗവാന്റെ ആ ഒരു സ്വർഗാരോഹണം വരെ ഭഗവാന്റെ ഓരോ ലീലകളും മറ്റെല്ലാ അവതാരത്തെക്കാട്ടിലും വളരെയധികം പ്രാമുഖ്യം നേടിയിരിക്കുന്നത്, അതായത് വളരെയധികം പ്രാധാന്യം നേടിയിരിക്കുന്നത് ശ്രീകൃഷ്ണ അവതാരമാണ്. പിന്നെ എല്ലാത്തിനേക്കാട്ടിലും ഉപരി ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും വാത്സല്യത്തിന്റെയും പ്രതീകം തന്നെയാണ്. ഇത്രയും അധികം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു വർഷം ആരംഭിക്കുമ്പോൾ ഭഗവാന്റെ അത്രയും മാധുര്യമേറിയ ആ രൂപം കണി കണ്ട് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊണ്ട് നമ്മൾ ആ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ കൊണ്ട് ആ ആശയം കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.